പുറത്ത് ബസ്സിൽ വെച്ച് വിദ്യാർത്ഥിക്ക് നേരെ ലൈംഗികാതിക്രമവും നഗ്നതാ പ്രദർശനവും. മോങ്ങം സ്വദേശിനിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. കൊണ്ടോട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ശാന്തകുമാർ വെള്ളാലത്ത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ശാന്തകുമാർ, ഇയാളെക്കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയിട്ടുണ്ടോ? പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ്? വിജിഷ, ഈ പ്രതിയെക്കുറിച്ച് ഇതുവരെയായിട്ടും സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. പ്രതിയുടെ ഒരു ഫോട്ടോ മാത്രമാണ് ലഭിച്ചത്. അത് വെച്ചുകൊണ്ട് തന്നെ പോലീസ് ഇപ്പോൾ അതിന്റെ പ്രചരണവും ആരംഭിച്ചിട്ടുണ്ട് ഇയാളെ പിടികൂടുന്നതിന് വേണ്ടി. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട്ട് നിന്നും പാലക്കാടേക്ക് പോകുന്ന KSRTC ബസ്സിൽ ഈ യാത്ര ചെയ്യുകയായിരുന്ന യുവതിക്ക് നേരെ ഈ ലൈംഗികാതിക്രമം ഉണ്ടായത്. ലൈംഗികാതിക്രമം മാത്രമല്ല, വളരെ മോശമായ രീതിയിൽ തന്നെയായിരുന്നു തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ് യുവതി ഇപ്പോൾ പരാതി എന്തായാലും പോലീസിനെ നൽകിയിരിക്കുന്നത്. പോലീസ് അത് ഗൗരവമായി തന്നെ എടുത്തുകൊണ്ട് ആ കേസ് ഈ പ്രതിയെ കണ്ടെത്തുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഈ ഫോട്ടോ വിവിധയിടങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രചരണം നടത്തി ഈ പ്രതിയെ ഉടൻ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസും കരുതുന്നത്. ശാന്തകുമാർ, ഈ കണ്ടക്ടർക്ക് നേരെയും ചില പരാതികൾ ഈ യുവതി പറയുന്നുണ്ട് തോന്നുന്നു. കാരണം ഈ വിഷയത്തിൽ ഇടപെട്ടില്ല എന്ന് തോന്നുന്നു. തീർച്ചയായും കണ്ടക്ടറോട് ഈ കാര്യങ്ങൾ പറയുകയും, പക്ഷേ കണ്ടക്ടർ ഈ യുവതിയോട് നിങ്ങൾ എന്തിനാണ് ജനറൽ സീറ്റിൽ ഇരുന്നത്, സ്ത്രീകളുടെ സീറ്റിൽ എന്തുകൊണ്ട് ഇരുന്നില്ല എന്നത് ചോദിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ യുവതി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ കണ്ടക്ടർക്കെതിരെയും പരാതി ഇപ്പോൾ ഈ പോലീസിൽ യുവതി നൽകിയിട്ടുണ്ട്. തുടർന്ന് എന്തായാലും KSRTC ഔദ്യോഗികമായി തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നാണ് പോലീസും അറിയിച്ചിരിക്കുന്നത്. രുചിഷ. ശരി ശാന്തകുമാർ.